അന്തരീക്ഷം പൊടിപടലങ്ങളാൽ നിബിഡമായി ഇരട്ട കുഴൽ തൂക്കുകളിലൂടെ വെടിയുണ്ടകൾ ചീറി പാഞ്ഞു തുടങ്ങി. അന്തരീക്ഷം മലീമസമായപ്പോൾ കണ്ടങ്ങൾ വെടി പോണ പോക്ക്, വെടിയുണ്ടകൾ ചീറിപ്പാറിപ്പോയപ്പത്തിന് മറ്റവനങ്ങോട്ട് വെടിവെച്ചു. വെടിവെക്കലോട് കൂടെ പിന്നെ കഥാപ്രസംഗം തന്നെ കൊളായി. എന്നതുപോലെയാണ് CICൻ്റെ കൂട്ടം പറഞ്ഞ പോലെ. CIC ഇല്ലേ നമ്മളെ അക്കീം ഫൈസിൻ്റെ CIC, അതിൻ്റെ കൂട്ടപ്പോൾ അതേമാതിരിയാണ്. ഇപ്പം അക്കീം ഫൈസി കാട്ടിനെ നോക്കുകയാണെങ്കിൽ അക്കീം ഫൈസി കാട്ടിന് പ്രയോഗം ഉണ്ടായി. ഒന്നാം തീയതി മുഷാവറ യോഗം തീരുമാനിച്ചത് എന്താണ്? അല്ലാഹുവേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ളത് കുത്തിയാൽ മത്സരിൽ നിന്ന് കൊമ്പ് കൊടുത്തിട്ട് പകരം കുത്താൻ അവസരം കൊടുക്കും. ഞാൻ ആ അവസരം ഉപയോഗിക്കും. ഞാൻ കാഫിറാണ്, ഞാൻ മുർത്തത്താണ്. അതല്ലേ തീരുമാനിച്ചത്? കേട്ടില്ലേ? അക്കീം ഫൈസിനെ പലതും ആക്കിയെന്ന് അക്കീം ഫൈസി പറയണേ. അക്കീം ഫൈസിനെ മുർത്തത്താക്കി, കാഫിറാക്കി, പലതും ആക്കി. അപ്പം അക്കീം ഫൈസി പറയണേ, നാളെ ഇവിടുന്ന് കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയാൽ നാളെ മഹ്ശറയിൽ കൊമ്പില്ലാത്ത ആ കുത്തുകൊണ്ട ആടുണ്ടല്ലോ, ആ ആടിനക്ക് നാളെ മഹ്ശറയിൽ കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുണ്ടായിക്കാണ്ട് കുത്തിയ ആടിനെ കുത്തിച്ചൊന്ന്. അപ്പം ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. എന്നെ കാഫിറാക്കി, മുർത്തത്താക്കി, പലതും ആക്കി. അപ്പം മൂപ്പര് പറഞ്ഞതും കാട്ടിയതൊന്നുമില്ല. മൂപ്പര് കാട്ടിക്കൂട്ടിയതും പറഞ്ഞതൊന്നുമില്ല. ഇപ്പോൾ മൂപ്പരെന്തെല്ലാം കാട്ടിക്കൂട്ടി നോക്കി, എന്തെല്ലാം പറഞ്ഞു നോക്കി, എന്തെല്ലാം ചെയ്തു നോക്കി, എന്തെല്ലാം തിരിപ്പ് നടത്തി നോക്കി. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ നടത്തി നോക്കി. ശംസുൽ ഉലമനെ പലതും പറഞ്ഞു നോക്കി. ഇങ്ങനെ പല കാര്യങ്ങളും നടത്തി നോക്കി, പല 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 കാര്യങ്ങളും. ഇപ്പം എന്നിട്ടിപ്പോൾ മൂപ്പര് പറയാ അതിലൊന്നും മൂപ്പരില്ല. ഇപ്പം അതിലൊന്നും മൂപ്പരില്ല. മൂപ്പരിങ്ങോട്ട് അടിച്ച് കയറി വന്നേ. ഈ CICയിൽ ഇങ്ങോട്ട് അടിച്ച് കയറി വന്നപ്പോൾ മൂപ്പർക്ക് എന്തും പറയാന്നുള്ളിടത്തേക്ക് എത്തി. മൂപ്പര് എന്തും പറയാന്നുള്ളിടത്തേക്ക് എത്തി. അതാണിപ്പോൾ സംഭവിച്ചത്. അതാണ് വെച്ചാൽ മുഷാവറ യോഗം പിടിച്ച് കുലുക്കി കെട്ടയച്ച് ആകെ ചിന്ന ഭിന്നാക്കി വിട്ടു. അത് മൂപ്പർക്ക് പറ്റിയിട്ടില്ല. ഇപ്പം രണ്ടാമത്തെ CIC തിരഞ്ഞെടുത്ത് മൂപ്പര് സെക്രട്ടറി ആയിട്ട് അപ്പോഴാണ് ഇപ്പം മൂപ്പര് കയറി വന്ന് പത്രസമ്മേളനമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നത്. ഏതായാലും പിന്നെ സാത്വികരായ പണ്ഡിതന്മാരുണ്ട് മുഷാവറയിൽ. അപ്പം ഇന്നാൾ ഉമ്മർ ഫൈസിനെ വല്ലാതെ പറഞ്ഞല്ലോ. ആ ഉമ്മർ ഫൈസിൻ്റെ അടുത്തേക്ക് ഒരു ചാനലുകാരൻ വന്നപ്പോൾ ആ ചാനലുകാരനോട് തന്നെ പറയാണ്, ഉമ്മർ ഫൈസി ഇത് മീഡിയ വണ്ണല്ലേ, മീഡിയ വണ്ണ് നമ്മളെ എതിരാളിയാണ്, അത് നോക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അവരുടെ മനസ്സിലുള്ളത്, നിഷ്കളങ്കം മനസ്സിലുള്ളത് അവർ അപ്പത്തിനാണ് തുറന്ന് പറയാണ്. അവരുടെ ശൈലിയാണ്. നോക്കുകയാണെങ്കിൽ ഉമ്മർ ഫൈസി പറയുന്ന കേട്ടോ. ഈ മീഡിയ വണ്ണ് എന്ന് പറഞ്ഞാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെതാണ്. നമ്മൾ കണ്ടുകൂടാത്ത സാധനമാണ്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ സാധനം അതാണ്. സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയും തീവ്രവാദവും പിന്നെ മതരാഷ്ട്രവാദത്തിൻ്റെ ഒക്കെ ആൾക്കാരാണ്. അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ്. ഒന്നാമതായി സമസ്ത ഉണ്ടാക്കിയതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ ഒന്നാമത്തെ അജണ്ട അത് തന്നെയാണ്, ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലത്തെവരെ എതിർക്കുക എന്നുള്ളതാണ്. അത് കേട്ടില്ല നിങ്ങൾ? മീഡിയ വണ്ണിനോടാണ് പറയുന്നത്. മീഡിയ വണ്ണ് മൂപ്പരടുത്തേക്ക് അഭിമുഖത്തിന് വന്നപ്പോൾ മീഡിയ വണ്ണ് എന്ന് പറഞ്ഞ സാധനത്തിന് എതിർക്കപ്പെടേണ്ടതാണ്. സമസ്ത ഉണ്ടാക്കിക്കണേനെ മുജാഹിദിനെ ജമാഅത്തിനെ എതിർക്കാൻ. ഇതിട്ട് ചെന്ന ആളോടാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അവരുടെ മനസ്സാണ്, അവരുടെ മനസ്സിൻ്റെ ഒരു ക്ലിയറിങ് ആണ് അതൊക്കെ. എന്നിട്ട് അങ്ങനത്തെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോഴത്തേന് അയിമങ്ങോട്ട് കൂടിയിട്ട്
ഉമ്മർ പൈസ അത് പറഞ്ഞു, ഉമ്മർ പൈസ ലിംഗം പറഞ്ഞു, ഉമ്മർ പൈസ മറ്റോളെ അത് പറഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ട് കൂടി. എന്നിട്ട് അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ആളാകാൻ വേണ്ടിയൊരു പൂക്കൂട്ടൂരും. അതേപോലെ ഇപ്പം ഈ ഹക്കീം പൈസ ഇപ്പോൾ രണ്ടാം വട്ടം കണ്ട് രംഗത്തേക്ക് വന്നിട്ട് മൂപ്പർക്ക് എന്ത് ചെയ്യണം, ഇനി ഒന്നുകൊണ്ട് കുളിയണ്ടർ ആവണം. പക്ഷെ അതാവൂല, അതിന് ജിഫിരി തങ്ങൾ സമ്മതിക്കൂല. ജിഫിരി തങ്ങൾ മാപ്പ് പറഞ്ഞ് വന്നെങ്കിൽ തന്നെ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമസ്തൻ്റെ നിയമം, ആ നിയമം പാലിച്ചാലും മാത്രമേ പറ്റുള്ളൂ എന്ന് ജിഫിരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ അലവലാദികളൊക്കെ തൊട്ട് അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പ്രയാസത്തിലൊന്നും അത് നമ്മൾ ആര്യപ്പെടുത്താതിരിക്കട്ടെ. യാതി പണ്ഡിതന്മാരെ കുത്തി വലിച്ച് തിന്ന് നമ്മളിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യം ആൾക്കാർ പറയണത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടാണ് ഞാൻ വിടുന്നത്. ആദ്യം ആൾക്കാർ ഇതാണ് കോലം എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായാലും പടച്ചോൻ കാക്കട്ടെ. അസ്സലാമു അലൈക്കും.